കോഴിക്കോട് വെള്ളയിൽ ദിവ്യാംഗന ക്രൂരമർദ്ദനം. വിദ്യാഭ്യാസ സ്ഥാപനമായ ഹ്യൂമാനിറ്റി ലൈഫ് കെയർ ആൻഡ് വൊക്കേഷണൽ ട്രെയിനിംഗ് സെന്ററിലെ പരിശീലകൻ മർദ്ദിച്ചു എന്നാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. പരിശീലകനെതിരെ കേസെടുത്ത പോലീസ് പരിക്കേറ്റ യുവാവിനെ ഗവൺമെന്റ് ബീച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരങ്ങളുമായി രമ്യ ദാസ് ചേരുകയാണ്. രമ്യ, യുവാവിന് എങ്ങനെയാണ് പരിക്ക്? ഒപ്പം തന്നെ പരാതി നൽകിയിട്ടുണ്ട്. ഇതിൽ എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു പോലീസ്? രാഖി, ഈ പുനരധിവാസ പരിശീലന കേന്ദ്രത്തിൽ താമസിച്ചു വരുന്ന യുവാവിനെ അധ്യാപകൻ മർദ്ദിച്ചതായിട്ടാണ് നിലവിൽ വെള്ളയിൽ സ്റ്റേഷനിൽ ഈ യുവാവിന്റെ ബന്ധുക്കൾ പരാതി നൽകിയിട്ടുള്ളത്. നിലവിൽ ഈ യുവാവിനെ ബീച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. നിലവിൽ ഇപ്പോൾ വീട്ടിലാണുള്ളത്. ഈ വിഷയത്തിൽ ഇപ്പോൾ വെള്ളയിൽ പോലീസ് ഈ അധ്യാപകനെതിരെ കേസും എടുത്തിട്ടുണ്ട്. ഈ മലപ്പുറം വള്ളിക്കുന്ന് സ്വദേശിയാണ് ഈ യുവാവ്. സുജിത് സോമൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേരുള്ളത്. ഈ മുഖത്തും കൈകളിലുമെല്ലാം ക്രൂരമായ മർദ്ദനമേറ്റിട്ടുണ്ട് ഇയാൾക്ക്. ഈ 10 വർഷത്തിലധികമായി ഈ സുജിത്ത് ഈ വെള്ളയിലെ സ്ഥാപനത്തിൽ പഠിക്കാൻ തുടങ്ങിയിട്ട്. ഈ മാസത്തിൽ ഒരിക്കലാണ് സുജിത്തിനെ ഈ സ്ഥാപനത്തിൽ നിന്നും വീട്ടിലേക്ക് കൊണ്ടുപോകാറുള്ളത്. ഈ ചൊവ്വാഴ്ച ഉച്ചയോടെ സുജിത്തിനെ വിളിക്കാൻ സഹോദരൻ എത്തിയപ്പോഴായിരുന്നു ഇത്തരത്തിൽ ഈ മർദ്ദനത്തിന്റെ പാടുകൾ കാണുന്നത്. തുടർന്നാണ് ഈ വിവരം അന്വേഷിച്ചപ്പോൾ ഇത്തരത്തിൽ യുവാവിനെ ഈ അധ്യാപകൻ മർദ്ദിച്ചതായി പറയുന്നത്. തുടർന്നാണ് ബീച്ച് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചതും ഇത്തരത്തിൽ വെള്ളയിൽ സ്റ്റേഷനിൽ ഈ അധ്യാപകനെതിരെ പരാതി കൊടുക്കുന്നതും. എന്നാൽ ഈ വിഷയത്തിൽ അധ്യാപകരുടെ പ്രതികരണം ഈ സുജിത്ത് അധ്യാപകരുടെ കയ്യിലുണ്ടായിരുന്ന പണം മോഷ്ടിച്ചിട്ടുണ്ടെന്നും അതിനാലാണ് ഇത്തരത്തിൽ വീട്ടിലേക്ക് വിടില്ല എന്ന രീതിയിൽ ഒരു പ്രതികരണം ഈ വീട്ടുകാരോട്, അതായത് സഹോദരനോട് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. പക്ഷേ ഈ സംശയം തോന്നിയ സഹോദരൻ വീണ്ടും സുജിത്തിനെ കൂട്ടിക്കൊണ്ടുപോകാൻ ഇത്തരത്തിൽ ഇവിടെ എത്തിയപ്പോഴാണ്, വെള്ളയിൽ എത്തിയപ്പോഴാണ്, ഈ സ്ഥാപനത്തിൽ എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ഈ മർദ്ദനത്തിന്റെ പാടുകൾ കാണുന്നത്. നിലവിൽ ഈ അധ്യാപകനെതിരെ സഹോദരൻ എന്തായാലും കോഴിക്കോട് ദിവ്യാംഗന അതിക്രൂരമായ മർദ്ദനം ഏറ്റിട്ടുണ്ട്. രമ്യദാസാണ് വാർത്തയിൽ വിശദാംശങ്ങൾ നൽകിയത്.